ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു PSC സിംപ്ലിഫൈഡ്. ഇന്ന് നമ്മുടെ 10ാമത്തെ ക്ലാസ് ആണ്. ഇന്ന് 50-ലധികം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവസാനം 4 സെൽഫ് ടെസ്റ്റ് ക്വസ്റ്റ്യൻസും ഉണ്ട്. നിങ്ങളത് ആൻസർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ടാൽ മതി. ഓക്കെ, അപ്പം നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് ഒക്കെ നല്ല രീതിയിൽ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനകത്ത് കുറേ ലൈക്സും കമൻസൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ കമൻസിനും ഞാൻ റിപ്ലൈ തരാറുണ്ട്. നിങ്ങൾ സജഷൻസ് ഒക്കെ ഞാൻ കാണാറുണ്ട്. എല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തടുത്ത ദിവസങ്ങളിൽ ഓരോ വീഡിയോസ് ആയിട്ട് നമുക്ക് പുതിയ വീഡിയോസ് ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ അത്രയാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല ഏത്? വിശ്വഭാരതി സർവകലാശാല. യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല വിശ്വഭാരതി സർവകലാശാല. JC ഡാനിയൽ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? TE വാസുദേവൻ. JC ഡാനിയൽ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? TE വാസുദേവൻ. കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായി നടന്നത് എവിടെയാണ്? ഹാമിൽട്ടൺ. 1930 കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായി നടന്നത് ഹാമിൽട്ടണിലാണ് നടന്നത്. ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ആകെ എത്ര മെഡലുകൾ ലഭിച്ചു? 107 മെഡലുകൾ. നീതി ആയോഗിന്റെ നിലവിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? BVR സുബ്രഹ്മണ്യൻ. നീതി ആയോഗിന്റെ നിലവിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? BVR സുബ്രഹ്മണ്യൻ. CEO ആണ് കേട്ടോ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEO. 1929 കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. 1929 കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ നെഹ്റു ആയിരുന്നു. PD സവർക്കർ സ്ഥാപിച്ച വിപ്ലവ സംഘടന ഏതാണ്? അഭിനവ് ഭാരത് സൊസൈറ്റി. BD സവർക്കർ സ്ഥാപിച്ച വിപ്ലവ സംഘടന ഏതാണ്? അഭിനവ് ഭാരത് സൊസൈറ്റി. ലാലാ ഹർദയാൽ സാൻ ഫ്രാൻസിസ്കോയിൽ സ്ഥാപിച്ച പാർട്ടി ഏതാണ്? ഗദ്ദർ പാർട്ടി. ലാലാ ഹർദയാൽ സാൻ ഫ്രാൻസിസ്കോയിൽ സ്ഥാപിച്ച പാർട്ടി ഏതാണ്? ഗദ്ദർ പാർട്ടി. ചിറ്റഗോങ് ആയുധപുര ആക്രമണത്തിന് നേതൃത്വം നൽകിയ സൂര്യ സെൻ സ്ഥാപിച്ച സംഘടന ഏത്? ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി. ചിറ്റഗോങ് ആയുധപുര ആക്രമണത്തിന് നേതൃത്വം നൽകിയ സൂര്യ സെൻ സ്ഥാപിച്ച സംഘടനയാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി. ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം ഏതാണ്? ലിപുലേഖ് ചുരം. ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം ലിപുലേഖ് ചുരം. ടിബറ്റിനെ പറ്റി ഉത്തരം എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് വേണം? ഉത്തരം എഴുതണമെങ്കിൽ ലിപി വേണം അല്ലേ? ഓക്കെ, അപ്പം ടിബറ്റിനെ പറ്റി ഉത്തരം എഴുതാൻ വേണ്ടി പറഞ്ഞപ്പോൾ നമുക്ക് ലിപി വേണം. ലിപുലേഖ് ചുരം. ഇന്ത്യയിലെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഇന്ത്യയിലെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. 2023-24 കേന്ദ്ര ബജറ്റിലെ 7 മുൻഗണനാ മേഖലകളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച പദം ഏത്? സപ്തർഷി. 2023-24 കേന്ദ്ര ബജറ്റിലെ 7 മുൻഗണനാ മേഖലകളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച പദം ഏത്? സപ്തർഷി. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ എത്ര വനിതാ അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? 15 പേർ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ എത്ര വനിതാ അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? 15 പേർ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. പഞ്ചായത്തി രാജ് സംവിധാനത്തിന് ഭരണഘടനാ പദവി നൽകിയ ഭേദഗതി ഏതാണ്? 73-ാം ഭരണഘടനാ ഭേദഗതി. വർഷം 1992. പഞ്ചായത്തി രാജ് സംവിധാനത്തിന്
ഭരണഘടനാ പദവി നൽകിയ ഭേദഗതി ഏതാണ്? 73-ാം ഭരണഘടനാ ഭേദഗതി 1992. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ഗവർണർ. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. കേന്ദ്രത്തിലാണെങ്കിൽ അത് രാഷ്ട്രപതിയാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രി. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ മുഖ്യമന്ത്രി. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന അണുനാശക ശേഷിയുള്ള രാസാഗ്നി ഏതാണ്? ലൈസോസൈം. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന അണുനാശക ശേഷിയുള്ള രാസാഗ്നി ഏതാണ്? ലൈസോസൈം. ഓക്കെ, അപ്പൊ നമുക്ക് ലൈസോസോം എന്നൊരു കാര്യം പഠിക്കാനുണ്ടായിരുന്നു. എവിടെയാണ് നിങ്ങൾ പഠിച്ചത്? കോശത്തിലല്ലേ, സെൽസിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അത് ലൈസോസോം ആണ്. ഓക്കെ, അത് ലൈസോസോം കോശത്തിനകത്തുള്ള ഒരു ഫാക്ടർ. പക്ഷെ ഇത് ലൈസോസൈം. ഇപ്പൊ എൻസൈം എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. എൻസൈം, ലൈസോസൈം. ഓപ്ഷൻസിൽ നിന്ന് ഒരിക്കലും തെറ്റിക്കരുതേ. കർണാടകയിൽ വനസംരക്ഷണത്തിനായി ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? അപ്പിക്കോ പ്രസ്ഥാനം. അപ്പിക്കോ മൂവ്മെന്റ് എന്ന് ചിലപ്പം തരാം. കർണാടകയിൽ വനസംരക്ഷണത്തിനായി ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? അപ്പിക്കോ പ്രസ്ഥാനം. കോൺവെക്സ് ദർപ്പണമാണ് റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നത് കേട്ടോ. റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് ദർപ്പണമാണ്. റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നത് കോൺവെക്സ്. അപ്പൊ നമുക്ക് നല്ല വ്യൂ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് വെക്കണം? സ്പെക്സ് അല്ലേ, സ്പെക്സ് വെക്കണം. നല്ല വ്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ സ്പെക്സ് വെക്കണം. അതുപോലെ കണക്ട് ചെയ്യുക. ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരളം നടപ്പിലാക്കുന്ന പദ്ധതി സ്പെക്ട്രം. ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരളം നടപ്പിലാക്കുന്ന പദ്ധതി സ്പെക്ട്രം. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായുള്ള ധനസഹായ പദ്ധതി സ്നേഹപൂർവം. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായുള്ള ധനസഹായ പദ്ധതിയാണ് സ്നേഹപൂർവം. അല്ലെ, അവർക്ക് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു. അപ്പൊ സ്നേഹം കൊടുക്കാൻ ആരുമില്ല. അപ്പൊ അവർക്ക് എന്ത് കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെ കൊടുക്കണം? സ്നേഹപൂർവം കൊടുക്കണം. അടുത്തത് കുടുംബശ്രീയെ കുറിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൽ നോക്കാം. കുടുംബശ്രീയുടെ അടിസ്ഥാന ഘടകം അയൽക്കൂട്ടങ്ങളാണ്. കുടുംബശ്രീയുടെ അടിസ്ഥാന ഘടകം അയൽക്കൂട്ടങ്ങളാണ്. വാർഡ് തലത്തിൽ ഉള്ളത് ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റികളാണ്, ADS. വാർഡ് തലത്തിൽ ADS ഉണ്ടാവും അല്ലെ. വാർഡ് തലത്തിലുള്ളത് ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റികൾ ആണ്. സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത്. സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത്. നവംബർ മുതൽ മാർച്ച് വരെയുള്ള ഇന്ത്യയിലെ കാർഷിക കാലാവസ്ഥ ഏതാ? റാബി അല്ലെ. കാർഷിക കാലമാണ് റാബി. റാബി വിളകളാണ് ആ ഒരു സമയത്ത് കൃഷി ചെയ്യുന്നത്. നവംബർ മുതൽ മാർച്ച് വരെ റാബി വിളകളാണ് കൃഷി ചെയ്യുന്നത്. ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ആവാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ഏതാണ്? ഇടമലക്കുടി. ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. അങ്ങനെ ഒരു പദവിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കൂട്ടിച്ചേർത്ത വില്ലേജ് ഏതാണ്? ഇടമലക്കുടി. അടുത്ത നമുക്ക് ഹിമാലയൻ നദികളെ കുറിച്ചുള്ള കുറച്ച് പോയിന്റ്സ് നോക്കാം. ഇത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പോയിന്റ്സ് വരുന്നത്. ഹിമാലയൻ നദികൾക്ക് അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശമുണ്ട്. ഹിമാലയൻ നദികൾക്ക് അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശമുണ്ട്. കഠിനശിലകളിലൂടെ ഒഴുകുന്നതിനാൽ ആഴം കൂടിയ താഴ്വരകൾ V-ഷേപ്ഡ് വാലീസ് സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. കഠിനശിലകളിലൂടെ ഒഴുകുന്നതിനാൽ ആഴം കൂടിയ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നു. സമതലങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യതയുണ്ട്. സമതലങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യതയുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഭാഗം 2. പാർലമെന്റ് പാസാക്കിയ 106-ാം ഭരണഘടനാ ഭേദഗതി നിയമം സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിന് മറ്റൊരു പേരുണ്ട്, നാരി ശക്തി വന്ദൻ അധിനിയം.
പാർലമെന്റ് പാസാക്കിയ 106 ഭരണഘടനാ ഭേദഗതി നിയമം അറിയപ്പെടുന്ന പേര് നാരി വന്ദൻ അധിനിയം. ഓക്കെ, നമുക്ക് ചാന്ദ്രയാൻ 3യുമായി ബന്ധപ്പെട്ടുള്ള 3 പോയിന്റ്സ് നോക്കാം. 2023 ജൂലൈ 14 വിക്ഷേപിച്ചത്. ചാന്ദ്രയാൻ 3 2023 ജൂലൈ 14 വിക്ഷേപിച്ചു. ഓഗസ്റ്റ് 5 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. ഓഗസ്റ്റ് 5 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു. ഇത് 3ഉം 2023 തന്നെ അടുത്തടുത്തായിട്ട് സംഭവിച്ച കാര്യങ്ങളാണ്. ജൂലൈ 14 ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ചു. ഓഗസ്റ്റ് 5 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തത്. മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഹീമോമീറ്റർ. മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹീമോമീറ്റർ. കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ പദവി വഹിക്കുന്നത് ആരാണ്? ഗവർണർ. കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ പദവി വഹിക്കുന്നത് ഗവർണറാണ്. ഓക്കെ, അപ്പം അതല്ലാതെ പിന്നെ ഒരു പോസ്റ്റ് ഉള്ളത് എന്താണ്? വൈസ് ചാൻസലർ. നമ്മൾ VC എന്ന് പറയുന്നത് കേൾക്കാറുണ്ട് അല്ലേ? ലോകത്തിലെ ആദ്യത്തെ നൈട്രജൻ സിങ്ക് ആയി പ്രഖ്യാപിക്കപ്പെട്ട രാജ്യം ഏതാണ്? ഭൂട്ടാൻ. ലോകത്തിലെ ആദ്യത്തെ നൈട്രജൻ സിങ്ക് ആയി പ്രഖ്യാപിക്കപ്പെട്ട രാജ്യം ഭൂട്ടാനാണ്. കേരള ജുഡീഷ്യൽ സർവീസിലെ ഒരു അംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? ഹൈക്കോടതിക്ക്. കേരള ജുഡീഷ്യൽ സർവീസിലെ ഒരു അംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുള്ളത് ഹൈക്കോടതിക്കാണ്. നമുക്ക് തോന്നും രാഷ്ട്രപതി ആണോ എന്നൊക്കെ. ഇവിടെ ജുഡീഷ്യൽ സർവീസ് എന്ന് ഓർത്ത് വെച്ചിട്ട് നമ്മൾ ഹൈക്കോടതിയായിട്ട് കണക്ട് ചെയ്യണം. ഡോപ്പാമിൻ എന്ന രാസവസ്തുവിന്റെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ്? പാർക്കിൻസൺസ്. ഡോപ്പാമിൻ എന്ന രാസവസ്തുവിന്റെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗം പാർക്കിൻസൺസ്. വിറ്റാമിൻ എയുടെ അഭാവം മൂലം കോർണിയ വരണ്ട് അതാര്യമാകുന്ന അവസ്ഥയുടെ പേര് സിറോഫ്താൽമിയ. വിറ്റാമിൻ എയുടെ അഭാവം മൂലം കോർണിയ വരണ്ട് അതാര്യമാകുന്ന അവസ്ഥയുടെ പേര് സിറോഫ്താൽമിയ. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? വിറ്റാമിൻ എ ആന്റി സിറോഫ്താൽമിക് വിറ്റാമിൻ അല്ലെ, അങ്ങനെ പഠിച്ചിട്ടുണ്ട്. RNAയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ആണ് തൈമിൻ. RNAയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ആണ് തൈമിൻ. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായ മലയാളി ആരാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവി. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായ മലയാളി ആരാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവി. അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം 19 റദ്ദ് ചെയ്യുന്നത് സംബന്ധിച്ച ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 358. അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം 19 റദ്ദ് ചെയ്യുന്നത് സംബന്ധിച്ച ആർട്ടിക്കിൾ 358. നമ്മുടെ എല്ലാ ഫ്രീഡവും നമുക്ക് നഷ്ടപ്പെടുന്നത് ഈ ഒരു ആർട്ടിക്കിൾ വഴിയാണ്. കേരളത്തിൽ പഞ്ചായത്തി രാജ് ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഫെബ്രുവരി 19. കേരളത്തിൽ പഞ്ചായത്ത് രാജ് ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 19. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അവരുടെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് എവിടെയാണ്? പാർലമെന്റിൽ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അവരുടെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് പാർലമെന്റിലാണ്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? സരോജിനി നായിഡു. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന വ്യക്തി സരോജിനി നായിഡു. പദാർത്ഥത്തിന്റെ 4ാമത്തെ അവസ്ഥയായി അറിയപ്പെടുന്നത് പ്ലാസ്മ. പദാർത്ഥത്തിന്റെ 4ാമത്തെ അവസ്ഥയായി അറിയപ്പെടുന്നത് പ്ലാസ്മ. സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രി. സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രി. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ആലപ്പുഴ. കിഴക്കിന്റെ വെനീസ് ആലപ്പുഴ. ഭരണഘടനയുടെ 73, 74 ഭേദഗതികൾ എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്?
73-ാം ഭേദഗതി പഞ്ചായത്തി രാജ് സമ്പ്രദായത്തെക്കുറിച്ചാണ്. 74 നഗരപാലിക ബില്ലിനെ കുറിച്ചാണ് പറയുന്നത്. 73 പഞ്ചായത്തി രാജ്, 74 നഗരപാലിക ബില്ലിനെ കുറിച്ച്. സമവർത്തി ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ ഇല്ലാത്ത വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാൻ പാർലമെന്റിന് അധികാരം നൽകുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 248. അവശിഷ്ടാധികാരത്തെക്കുറിച്ചാണ് പറയുന്നത്. അനുച്ഛേദം 248. ഓക്കെ, അതിന് താഴെയുള്ള ചോദ്യം നോക്കണ്ട, അത് ഒരു ടൈപ്പ് മിസ്റ്റേക്ക് ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്കുള്ള സെൽഫ് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് 4 ഒന്നാമത്തത്, പടയണി എന്ന കലാരൂപത്തിൽ 1001 പാളകൾ ഉപയോഗിച്ച് കെട്ടുന്ന രൂപം ഏത്? ക്വസ്റ്റ്യൻ നമ്പർ 2, ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളെ എങ്ങനെ വിളിക്കുന്നു? 3, ഇന്ത്യയുടെ ചന്ദ്രയാൻ ദൗത്യം 3 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ തീയതി. ചന്ദ്രയാൻ 3 ദൗത്യം ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ തീയതി എന്നാണെന്ന്. സൂര്യന്റെ പുറംഭാഗത്തെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച പേടകം ഏതാണ്? അതാണ് 4ാമത്തെ ചോദ്യം. 4ഉം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് അത് കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളുടെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ഏതെങ്കിലും ക്ലാസ് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ടിട്ട് തന്നെ ക്ലിയർ ആക്കി എടുക്കണം. നമ്മളിത് 150 ദിവസത്തെ ജേർണിയാണ്. ആദ്യത്തെ 10 ദിവസം നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ 500 ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊരു വലിയ കാര്യമാണ്. ഇതെല്ലാം ഓർത്ത് വെക്കണം. കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ PYQs ചെയ്ത് തന്നെ പഠിക്കണം. മോക്ക് ടെസ്റ്റ് ചെയ്യുക. അതും OMR ബുക്ക് തന്നെ ചെയ്ത് നിങ്ങളുടെ ലെവൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് വരേക്കും ബൈ ഫ്രണ്ട്സ്.